നമ്മളൊക്കെ എന്താ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നാലും എന്താ ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് മനസ്സിനെ നമ്മൾ ചെലുത്തില്ല. അതുകൊണ്ട് മനസ്സിനെ അടക്കി, എത്ര വലിയ ആപത്ത് വന്നാലും മനസ്സിനെ അടക്കി അനന്തരം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതാണ് അത്ര യഥാർത്ഥ പുരുഷലക്ഷണം. ഒരുപാട് സുഭാഷിതങ്ങളുണ്ട് ദേവീഭാഗവതത്തിൽ. ഇതൊക്കെ അറിവുകളാണ്, നിത്യജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ട വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള അറിവുകളാണ്. ദൈവം പുരുഷകാരശ്ച ദേവേശ സദൃശാവുഭൗ ഉപായശ്ച വിധാതവ്യോ ദൈവാൽ ഫലതി സർവദാ. ഈശ്വരൻ എന്ന് പറഞ്ഞാലും അധ്വാനം എന്ന് പറഞ്ഞാലും ഒന്നാണ്. എന്താ സുഭാഷിതം നോക്കൂ. നമ്മൾ താൻ ബാധി ദൈവം ബാധി എന്ന് പറയണ പോലുമല്ല. താൻ ഈസ് ഈക്വൽ ടു ദൈവം, അധ്വാനം ഈസ് ഈക്വൽ ടു ഈശ്വരാനുഗ്രഹം എന്ന്. പകുതി എന്ന് പോലും പറയുന്നില്ല. അതുകൊണ്ട് അധ്വാനിക്കണം. ദൈവവും പുരുഷനും ഒന്നാണ്. ദൈവം പുരുഷകാരശ്ച, രണ്ടും ഒരുപോലെയാണ്. പ്രവർത്തിക്കണം. പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിന് ശരിയായിട്ടുള്ള ഫലം തരേണ്ടത് ഈശ്വരൻ്റെ ഇച്ഛ. അത് നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. ഈശ്വരനെ അതിക്രമിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ പറഞ്ഞു കേൾക്കാം, എന്തായാലേ അവൻ എത്ര ദുഷ്ടനാ, എല്ലാവർക്കും ദ്രോഹം മാത്രം ചെയ്യണവൻ, അവൻ എത്ര നന്നായിട്ടിരിക്കുന്നു, ദൈവത്തിന് കണ്ണില്ല, ഈശ്വരൻ അവനെയൊക്കെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഭക്തരോടൊക്കെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഭഗവാന് കണ്ണില്ലേ, എന്താ ഇവർ ഇങ്ങനെയൊക്കെ നടക്കുക. നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കൂ, ഭഗവാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. ഓരോരുത്തരെ അവിടെ കടന്ന് പൊളയ്ക്കുന്നതും മറിക്കുന്നതും ഒക്കെ അവനവൻ്റെ കർമ്മത്തിൽ എഴുതി ചേർത്തപ്പെടുന്നുണ്ട്. അവൻ ഇപ്പം ഗ്രഹകാലം നന്നായിട്ടിരിക്കണോണ്ട് അവൻ സുഖമായിട്ടിരിക്കുന്നു. നാളെ ഒരു സമയം വരും, അന്ന് അവൻ്റെ അടിവേര് വരെ തോണ്ടിപ്പോവും ഈ ചെയ്തതിനൊക്കെ. അത് കാലം കൊടുക്കുന്ന അടിയാണ്. രാവണൻ എത്ര വയസ്സ് വരെ ജീവിച്ചു? 20,000 വയസ്സ് വരെ ജീവിച്ചു. 20,000 വർഷമാണ് രാവണൻ്റെ ആയുസ്. അതിൽ 19,999 കൊല്ലവും രാവണൻ കിങ് തന്നെയാണ്. രാവണൻ രാജാവ് തന്നെയാണ്. രാവണനെ തൊടാൻ ഒരാൾക്ക് പറ്റിയിട്ടില്ല. അവസാനത്തെ 20,000-ാമത്തെ കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ ഒരബദ്ധം കാണിച്ചു, സീതയെ അപഹരിച്ചു. അവിടുന്ന് നാശം തുടങ്ങി. ആ വർഷം അവസാനിക്കുമ്പോഴേക്കും നാഭി പ്രദേശത്ത് ബാണമേറ്റ് ശരീരം പോവുകയും ചെയ്തു. മോശം കാലം ആരംഭിക്കണം അപ്പോഴാണ്. അപ്പം മോശം കാലം വരുമ്പോൾ ഇതൊക്കെ താനെ വന്നോളൂ. ഈശ്വരൻ ഇതിലൊന്നും ഇടപെടുന്നില്ല.